ആട്ടിത്തെളിച്ച് ഓടിക്കേ. നല്ല കഥ. ജന്മം കൊടുത്ത അച്ഛൻ മകളെ ആട്ടി പുറത്താക്കുക. കഥകളൊക്കെ അറിഞ്ഞ് നമ്മൾ നാട്ടുകാരിങ്ങനെ മിഴിച്ചു നിൽക്കുക. എന്താ പവിത്ര ഇതിന്റെ അർത്ഥം? ആളും കൂട്ടമായിട്ട് എന്ന് മേന്നെ നാണം കെടുത്തിയിട്ടൊന്നുമില്ലല്ലോ. പാവം കുട്ടി സ്വകാര്യമായിട്ട് എന്ന് കാര്യം പറയല്ലേണ്ടായേ. കേട്ട പാതി കേൾക്കാത്ത പാതി കടക്കു പുറത്തു എന്ന് പറഞ്ഞാൽ അപ്പൊ ആളും കൂട്ടായിട്ട് തന്നെ പോണം, അതല്ലേ വേണ്ടത്? വേണം അല്ലേ വാസുദേവ? എന്താ സംശയം? വരച്ച വരയിൽ നിർത്താം. ജസ്റ്റിസ് അല്ല, ബ്രഹ്മാവായാലും നിൽക്കും. അങ്ങനെ വഴക്കും ബഹളവും ഉണ്ടാക്കി എനിക്കൊന്നും പിടിച്ചു പറിച്ചു തരണ്ട ആരും. ഒന്നും പിടിച്ചു പറിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടല്ലോ കുട്ടി അവിടെ ചെന്നത്. എന്തായിരുന്നു കിട്ടിയ സ്വീകരണം? അപ്പൊ കുട്ടി തനിച്ചല്ല, പിന്നിൽ ഈ നാട്ടിലെ പ്രമാണികളായ ചിലരും ഉണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യമാവണം. മോളെ, നിന്റെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ അച്ഛനാ ഞാൻ. ജന്മം കൊണ്ട് മാത്രമല്ല ഒരു പുരുഷൻ അച്ഛനാവേണ്ടത്, കർമ്മം കൊണ്ടും വേണം. ലോകത്തൊരു ശക്തിക്കും നിഷേധിക്കാനാവാത്തതാ നിന്റെ ആവശ്യം. അത് നിന്റെ ജന്മാവകാശ. നിന്റെ കൂടെ ഞങ്ങളുണ്ട്, ഈ നാട് മുഴുവനുണ്ട്. ആട്ടിപ്പുറത്താക്കിയ അതേ വീട്ടിലേക്ക് നിന്നെ മകളായി മാറഞ്ചേരി കരുണാകരമേനോൻ സ്വീകരിക്കും. നീ കണ്ടോ? വാസുദേവ, നിന്റെ ആളുകളോട് പണി തുടങ്ങാൻ പറ. അങ്ങോട്ട് ഉറക്കെ വിളിക്കണോ? നമസ്കാരം. സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്നവരെ ഇങ്ങനെ അപമാനിക്കല്ലേ കലക്ടർ സാറേ? എന്താ സമൂഹത്തിൽ അകത്തൊളിച്ചിരിക്കുന്ന അച്ഛനോട് പുറത്തിറങ്ങി വന്ന് ഇതിന്റെ സമാധാനം ഉണ്ടാക്കാൻ പറ. ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ കുട്ടിയെ കൊണ്ട് അകത്തേക്ക് കയറും. കുട്ടിയെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ചെലവിനും കൊടുക്കണം. അത് ജസ്റ്റിസ് അല്ല, ഏത് കൊമ്പുള്ള ആളായാലും. പഴയ കാലമൊക്കെ പോയെന്ന് അച്ഛനോട് എന്ന് പറഞ്ഞേക്ക്. എന്താ അമ്മേ, അച്ഛൻ എന്താ പറയുന്നത്? കള്ളം, ശുദ്ധ കള്ളം. മനഃപൂർവ്വം എന്നെ അവമാനിക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച കഥ. എനിക്കറിയില്ല അവരുടെ ഉദ്ദേശം എന്താണെന്ന്. ആ പറഞ്ഞ സ്ത്രീ അവരൊരു പ്രോസ്റ്റിറ്റ്യൂട്ടായിരുന്നു. എനിക്കൊരു റിലേഷനും ഒന്നും ഉണ്ടായിട്ടില്ല. മകളാണത്രേ. എങ്ങനെ? ജസ്റ്റ് എ ഫാബ്രിക്കേറ്റഡ് സ്കാൻഡൽ. ദാറ്റ്സ് എനഫ്. എനിക്ക് അച്ഛന്റെ മുഖത്തുനിന്ന് അത്രയും കേട്ടാ മതി. പൊളിച്ചു മാറ്റേണ്ടത് നിന്റെ അമ്മയെ പിണ്ണം വയ്ക്കാൻ കെട്ടി പന്തല് അമ്മയ്ക്ക് പറയുന്നോടാ.
മാറാഞ്ചേരി കരുണാകര മേനോന്റെ മാനത്തിന് വില പറയാമെന്ന പട്ടി ചവിട്ടി നെഞ്ചു കൂടി ഞാൻ പൊളിക്കും ഇവിടെ കളിയിറക്കാൻ. ജയകൃഷ്ണ ആരോട് കാശ് വാങ്ങിച്ചിട്ടാടി ഈ വേഷം കെട്ടിനിറങ്ങിയത്? പറയടി ചൂലേ. അച്ചു അരുത്, അച്ചു അതിനെ കൊല്ലരുത്. നിന്റെ കൂടെ പുറപ്പാത് നിന്റെ അനിയത്തി, നിന്റെ അച്ഛന്റെ മോള്, നിന്റെ അച്ഛന്റെ മോള്. സ്വാഗതം ഡിവൈഎസ്പി, പഴയ തട്ടകത്തിലേക്ക് സ്വാഗതം. ഭൂമി ഉരുണ്ടതല്ലേ പൗത്ര മുതലാളി? ഇനിയിപ്പൊ ഭൂമി അങ്ങ് നേരെ കിടക്കാന്ന് വെച്ചാൽ തന്നെ അത് ഉരുട്ടിയെടുക്കാനും തനിക്കറിയില്ലേ? ഭരണം ഈ മൈഗുണന്മാരുടെ കയ്യിലായി പോയില്ലേ? അല്ലെങ്കിൽ എന്നേ ഞാനിവിടെ എത്തേണ്ടതാ. സുധീറിനോ? സുധീറിന് ഇവിടെ SP ആയിരിക്കേണ്ടതല്ലേ? ഭരണം വേണ്ട, മണപ്പള്ളി സാർ ഉണ്ടായാൽ മതിയായിരുന്നു. അതല്ലേ നമുക്കൊന്നുള്ള വലിയ ക്ഷീണം. ഇപ്പൊ ഇതെങ്ങനെ ഒപ്പിച്ചു? അതോ, കഴിഞ്ഞ ആഴ്ച തൃശൂർ രാമനിലയത്തിൽ വെച്ച് CM-ന്റെ കൂടെ ഞാൻ അവനെ കണ്ടിരുന്നു. CM-ന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി രവി. അവനാണല്ലോ CM-നെ മുംബൈ നിർത്തി ഹോം ഡിപ്പാർട്ട്മെന്റ് ഭരിക്കുന്നത്. അവൻ എന്നോടൊരു ചോദ്യം, എന്താ മിസ്റ്റർ ശങ്കരനാരായണൻ, നിങ്ങളുടെ ഒരു ട്രാൻസ്ഫർ റിക്വസ്റ്റ് കണ്ടല്ലോ, അതിൽ ഓർഡർ ഇടണ്ടേന്ന്. ഈ പരപ്പൂമോനെ പണ്ട് ഞാൻ പാലക്കാട് വിക്ടോറിയ കോളേജിന്റെ നട തൊട്ട് കോട്ടമൈതാനം വരെ ഓടിച്ചിട്ട് തല്ലിയിട്ടുള്ളതാ. നമുക്കുടനെ അത് ശരിയാക്കാമെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച അവൻ എന്നെ ഒന്ന് ആക്കിയാണ്. എന്തായാലും നന്നായി. അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയത് തൊട്ട് അടങ്ങിയിരിക്കുന്നില്ല. അറിഞ്ഞിരിക്കുമല്ലോ താൻ, എന്റെ അച്ഛന്റെ ചിതാഭസ്മം അവന്റെ തന്തയുടെ ശവത്തിന്റെ നെഞ്ചി ചവിട്ടി എനിക്ക് പുഴയിലേക്ക് കൊണ്ടുപോകണം. അത് കഴിഞ്ഞ് താൻ എന്നെ വിട്ടു പോകാവൂ. എടോ, ഈ കാക്കി ഉടുപ്പും ദാ ഈ തോളത്തെ നക്ഷത്രവും മണപ്പള്ളി സാർ വാങ്ങി തന്നത് എനിക്ക്. അദ്ദേഹത്തിന്റെ മകന്റെ കാവൽപ്പട്ടിയായി ശങ്കരനാരായണൻ എന്നും കൂടെ ഉണ്ടാവും. ആരാത്? അതാ CA ഹബീബ. ഓ, അവനോ? ഇന്ദുജോടിന്റെ ആളാവൻ. അവനെ ഞാനാ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. അവന് ശമ്പളം കൊടുക്കുന്നത് ഇന്ത്യയുടെ തറവാട്ടിൽ നിന്നല്ല എന്നൊന്ന് വിളിച്ചു പറയാൻ വേണ്ടി. ഇന്നോട്ട് അവൻ എന്റെ കീഴുദ്യോഗസ്ഥനല്ലേ? ഗുഡ് മോർണിംഗ് സാർ. എന്താടോ, പോലീസ് ക്ലബിന്റെ ഗാനമേളയും കഥാപ്രസംഗവും ഒക്കെ ആയിട്ട് നടന്നിട്ട് ഒന്ന് ചോവിന് സല്യൂട്ട് അടിക്കാൻ പോലും മറന്നു അല്ലേ? സാറ് പറഞ്ഞത് കറക്റ്റാ. മാറിപ്പോയ DYSP പറയുമായിരുന്നു ഈ കാണുമ്പോ ഉള്ള സല്യൂട്ട് അടി വേണ്ടെന്ന്. ഹി വാസ് വെരി ഫ്രണ്ട്ലി. എന്നാലേ ഇത് ഞാനാ ശങ്കരനാരായണൻ. എന്നെ കാണുമ്പോ കൈനീട്ടി സല്യൂട്ട് അടിച്ചോണം. മനസ്സിലായടോ? അവനോട് എന്ന് പറഞ്ഞേക്ക് ശങ്കരനാരായണൻ ഇവിടെ ഉണ്ട്. ഇനി പറപ്പേട് കാണിച്ചാൽ ചവിട്ടി ഞാൻ നട്ടല്ലൊടിക്കുമെന്ന്. അവൻ എന്നെ അറിയാം. അതുകൊണ്ട്
ഇനി അവനോട് കളി ഇറക്കില്ല. ഈ അവൻ എന്ന് പറഞ്ഞാൽ ഇന്ദുചൂടനെയാണ് ഉദ്ദേശിച്ചെങ്കിൽ അയാൾ സാറിന്റെ വരവും കാത്തിരിക്കുകയാണ്. അയാളാണ് സാറിനെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യിച്ചത്. മനസ്സിലായില്ല. ഹോം ഡിപ്പാർട്ട്മെന്റിൽ ഞാനും സാറും ഇനിയും ഉള്ളിലേക്ക് പോയാൽ അങ്ങ് കൊമ്പത്തിരിക്കുന്നവർ വരെ എവിടെ ഇരുന്ന് ജോലി ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന CMന്റെ വിശ്വസ്തനായ പൊളിറ്റിക്കൽ സെക്രട്ടറി രവി ഇന്ദുചൂടന്റെ ചുരുക്കം ചില സുഹൃത്തുക്കളിൽ ഒരാളാണ്. അവർക്ക് രണ്ടുപേർക്കും ഒപ്പം പാലക്കാട് വിക്ടോറിയയിൽ ഒരേ ക്ലാസ്സിലിരുന്ന് പഠിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ഇറങ്ങട്ടെ സാർ, രാവിലെ ഇത്തിരി ഒഫീഷ്യൽ പണിയുണ്ട്. അപ്പൊ അങ്ങനെയാണ് കഥ. ഒന്ന് കൈകോർക്കാൻ അവൻ തന്നെ വരുത്തിയതാ. വിനാശകാലേ വിപരീത ബുദ്ധി. അവൻ അവന്റെ കുഴി തോണ്ടിക്കഴിഞ്ഞു. എന്റെ കൈ കൊണ്ട് തന്നെ മണ്ണിടണമായിരിക്കും. അതായിരിക്കും അവന്റെ വിധി. അവനെ നോവിക്കാൻ പുതിയ വഴികളുണ്ടിപ്പോ. നോക്ക അരുത് അരുതേ, ആ തല്ലി പൊടിക്കരുതേ. അതിന്റെ ചക്രം ചവിട്ടിട്ടാ കുഞ്ഞ് കല്ലു കുടിക്കുന്നത്. ശാന്തിമമ്മ ഒന്നും പറയണ്ട. തല്ലി പൊളിക്ക്, ചുട്ട് കത്തിക്ക്, എന്താ ചെയ്തോട്ടെ. പവിത്രൻ സാർ, ഇത് അന്യായമല്ലേ സാർ? ഒരു പാവം പെൺകുട്ടിയോട് ഇങ്ങനെ പെരുമാറാമോ? എന്താ? ഒരു പാവം പെൺകുട്ടിയോട് അയ്യോ 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 അയ്യോ. ഇത് നീ എന്നെ കൊണ്ട് ചെയ്യിച്ചതാ. നിന്നെ പുറത്താക്കിയിട്ട് ഞാൻ ഇതിനകത്ത് പാർപ്പ് തുടങ്ങാനൊന്നും പോണില്ല. നീ ഒന്ന് മനസ്സ് വെച്ചാൽ നിനക്ക് ഇനിയുള്ള കാലവും ഇവിടെ തന്നെ കഴിയാം. നിങ്ങളുടെ വെപ്പാട്ടിയായിട്ടോ അതോ? എന്തു പേരിട്ട് വിളിക്കണമെന്ന് നാട്ടുകാർ തീരുമാനിക്കട്ടെ. നിനക്ക് തയ്യൽ ചക്രം കറക്കി നടു ഓടിക്കണ്ട. നല്ല സുഖമായിട്ട് കഴിയാം. പട്ടും പൊന്നും 4 നേരം മുട്ടില്ലാതെ ആഹാരവും കഴിച്ച് കെട്ടിലമ്മയായിട്ട് കഴിയാം. എന്താ ഒന്ന് പറഞ്ഞു കൊടുക്കണ്ട കാരണവരെ? ഈ ഔദാര്യത്തിനുള്ള നന്ദി ഞാൻ മുറ്റം അടിക്കുന്ന കുറ്റിച്ചൂലുകൊണ്ട് തന്റെ മുഖത്ത് കാണിക്കണതിന് മുമ്പ് പോവാൻ നോക്ക. എന്ത് കണ്ടിട്ടാടി ഈ അഹങ്കാരം? ഉണ്ടാക്കിയ തന്തയ്ക്കോ വേണ്ട. ഒരു തെളിവിന് പോലും ബാക്കിയില്ലാതെ തള്ളേം പോയി. നീ വെറും ഒരു പെണ്ണാ. എത്ര മുറുക്കി കുത്തിയാലും ഏതെങ്കിലും ഒരു ആണിന്റെ കൈകൊണ്ട് ഒരു ദിവസം ഈ മടിക്കുത്തഴിയും. കച്ചവടത്തിന് ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും തെണ്ടണ കാഴ്ച ഞാൻ തന്നെ കാണേണ്ടി വരും. തന്നെ പോലെ ഒരു നാറിക്ക് പാവിരിക്കുന്നതിലും അന്തസ്സുണ്ടാവും അതിന്. പൊയ്ക്കോ. ആരുമില്ലാത്തവർക്ക് ഭഗവാൻ തുണയുണ്ടാവും ഏതെങ്കിലും ഒരു രൂപത്തിൽ. എന്റെ ദൈവങ്ങൾ എന്നെ കാത്തോളൂ. ഇതാരാമോനെ ദിനേശായി എരപ്പാളത്തിലോ കാണിച്ച്? നീയാ? ഞാൻ പറഞ്ഞിട്ടാ അവന്മാരിത് ചെയ്തു. ഏത് നായിന്റെ മോൻ പറഞ്ഞിട്ട് ചെയ്തതായാലും വേണ്ടില്ല. ഈ സാധനമൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് പൂവള്ളിയില് എന്റെ തറവാടാത് അവിടെ എത്തിക്കണം. ഈ പൊട്ടിയും ചളിങ്ങിയതൊക്കെ ഇവിടെ ഇട്ടേക്ക്. പകരം പുതിയത് വേണം പൂവള്ളിയിലെത്താൻ. മനസ്സിലായോ? അതിപ്പം മീൻ കറി വെക്കുന്ന ചട്ടിയായാലും ശരി. കേട്ടാ മോനെ ദിനേശ, അങ്ങനെ ചെയ്യാൻ പറയണം. അല്ലെങ്കിൽ ഞാനങ്ങ് വരും മണപ്പള്ളിക്ക്. അകത്തിരിക്കുന്ന നിന്റെ അച്ഛയും പടിഞ്ഞാറ്റയിൽ അട്ടം നോക്കി കിടക്കുന്ന എന്റെ വല്യമ്മച്ചയെ അടക്കം എടുത്ത് പുറത്തിട്ട് തീയിട്ട് ചുടും ഞാൻ. നീ ആരെ ഈ വീട്ടിൽ നിറക്കി വിട്ടെന്നറിയോ? എന്റെ പെങ്ങളെ, ഇന്ദുചൂടന്റെ അനിയത്തിയെ. മോനെ ദിനേശ, ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിക്ക് തോട്ടി കയറ്റി കളിക്കില്ലേ? ചവിട്ടി താഴ്ത്തുന്നതിന് ഞാൻ പാതാളത്തിലേക്ക്. കൊണ്ടുപോകാമെന്നതാണ് ഞാൻ. നിന്റെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ ഈ ഏട്ടൻ നിന്നെ കൊണ്ടുപോവാ. മാറഞ്ചേരിക്ക് നമ്മൾ പോണില്ല. ഞാനും അവിടെ നിന്നിറങ്ങി. 6 വർഷം ജയിലിൽ കിടന്നപ്പോഴും ഇല്ലാതിരുന്ന ടെൻഷനാ നമ്മുടെ അച്ഛൻ്റെ കൂടെ ഒരു വീട്ടിൽ കഴിയാന്ന് വെച്ച. പൂവള്ളിയിലാവുമ്പോൾ ചെറിയ മാമയുണ്ട്. നമുക്കവിടെ അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കാം. വിധി തരാൻ അനുവദിക്കാത്ത സ്നേഹം ഇനി നിനക്ക് കിട്ടാൻ പോവാ. മനസ്സ് നിറയെ.
അച്ഛനെ തൽക്കാലം ബുദ്ധിമുട്ടിക്കണ്ട. പകരം ഞാൻ നിനക്കൊരു അമ്മയെ തരാം. ജയകൃഷ്ണ